ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയുടെ ബേസ് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമ്മൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടിരിക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അവിടെ പിച്ച് ചെയ്യുക, നമുക്ക് ആ ഗ്രോത്ത് കിട്ടും. അതിപ്പോൾ നമ്മുടെ കരിയറിൽ ഒരു പ്രൊമോഷൻ കിട്ടുന്ന കാര്യമായിക്കോട്ടെ, അല്ലെങ്കിൽ ലൈഫിൽ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഒരു പുതിയൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, എന്തിനും ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയണേ നമ്മളെ തന്നെ റെഡിയാക്കി വെക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ ഒരു കമ്പനിക്ക് വേണ്ട റിക്വയർമെന്റ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ച് വേണ്ട സ്കിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ റെസ്യൂമേയിൽ ആഡ് ചെയ്ത് നമ്മൾ ആ സ്കിൽസൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ഇന്റർവ്യൂവിനായിട്ട് പ്രസന്റ് ചെയ്യാൻ പാകത്തിന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഒരു ഇന്റർവ്യൂ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്ത് നമുക്ക് ആ ജോബ് ക്യാച്ച് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കായിട്ട് നമ്മുടെ മുന്നോട്ടുള്ള ഗ്രോത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളത് എന്തൊക്കെയാണ് നമുക്ക് ഗ്രോത്ത് നമ്മൾ തന്നെ അന്വേഷിച്ച് നമ്മളതനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഗ്രോത്ത് പ്രോസസ്സ് കിട്ടും. ഇപ്പോൾ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു മാനേജർ ആവണമെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു മാനേജറിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ നമ്മളവിടെ വർക്ക് ചെയ്ത് തുടങ്ങുക. ഒരു മാനേജർ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓവർ ദ ടൈം ആ ഒരു പോസ്റ്റിലേക്ക് നമ്മളത് എത്തിപ്പറ്റും. അതാണ് ഒരു ഗ്രോത്ത് പാത്ത്. അപ്പോൾ ഒരു ഗ്രോത്ത് പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെക്കുക, ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ക്യാച്ച് ചെയ്യുക. സെക്കൻഡ് പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പാത്തിന് വേണ്ടി നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അത് പെയ്യെ സ്ലോലി ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ആ ഗ്രോത്ത് വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സ്റ്റോറി ഇങ്ങനെയാണ്: ഒരാൾ കമ്പനി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു, അദ്ദേഹത്തെക്കാളും ജൂനിയറായ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ആ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ജൂനിയറായ ഒരാൾക്ക് കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം ആകെ ഡൗൺ ആവുന്നു. പിന്നെ അദ്ദേഹം ഈ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വർക്ക് ചെയ്ത് സെൽഫ് ഗ്രോത്ത് ചെയ്ത് ആ കമ്പനിയുടെ CEO ലെവൽ വരെയും എത്തുന്നു. അതാണ് സ്റ്റോറി ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ രാഹുൽ എന്ന് പേരുള്ള ഒരാൾ, അയാളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ആ കമ്പനിയിലെ ഒരു ലോജിസ്റ്റിക് കമ്പനിയാണ് ഇത്. കമ്പനി ബോംബെയിലാണ്. അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന, മഹാരാഷ്ട്ര കംപ്ലീറ്റ് കവർ ചെയ്യുന്ന, നല്ല രീതിയിൽ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ സംഭവം നടക്കുന്ന ഏകദേശം 2017 കാലഘട്ടമാണ്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 12 വർഷത്തോളം ആ കമ്പനിയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് കമ്പനി ഏകദേശം 2005 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അന്നേരം മുതൽ അദ്ദേഹം ആ കമ്പനിയിൽ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റോർ മാനേജറും കാര്യങ്ങളായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ആ കമ്പനിയുടെ ലോജിസ്റ്റിക് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ആ കമ്പനിയിൽ 12 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഭയങ്കര ഫോർമലായിട്ട് വർക്ക് ചെയ്യുന്ന, എല്ലാ കാര്യവും നല്ല സ്റ്റഡി ആയിട്ട് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹം കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ചെയ്യുന്ന വർക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്. രാവിലെ ആവുന്നു, കസ്റ്റമേഴ്സുമായിട്ടുള്ള സെയിം ടെംപ്ലേറ്റ് വെച്ചുള്ള റിപ്ലൈസ് എല്ലാം അയക്കുന്നു, ട്രാക്കിംഗ് എല്ലാം അദ്ദേഹത്തിന്റെ എക്സൽ ഫയലിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു, ലോജിസ്റ്റിക് വാനുകളും ഡെലിവറി ബോയ്സിനെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യുന്നു. അങ്ങനെ സെയിം ജോബ് കഴിഞ്ഞ ഒരു 10 കൊല്ലമായിട്ട് ചെയ്യുവാണ്. ആ സമയത്ത് ഏകദേശം 2017 കാലഘട്ടം എത്തിയപ്പോൾ കമ്പനി പല സ്റ്റേറ്റിലേക്കും അവരുടെ ലോജിസ്റ്റിക് പ്രോസസ്സ് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം വിചാരിച്ചു അദ്ദേഹമായിരിക്കും ആ പ്രോസസ്സും ഹെഡ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പം അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ കമ്പനി ടോപ്പ് മാനേജ്മെന്റ് പറഞ്ഞു, ഇന്റേണലി നമുക്ക് കാൻഡിഡേറ്റ്സുമായിട്ട് ഇന്റർവ്യൂ നടത്താം. അതിൻ്റെ അകത്ത് എലിജിബിൾ ആയിട്ട് കിട്ടുന്ന ആൾക്ക് ആ ഒരു ഇന്റർ സ്റ്റേറ്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഓപ്പറേഷൻ ഹെഡായിട്ട് പ്രൊമോഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഈ ഓഫീസിൽ പല ബ്രാഞ്ചുകളുണ്ട്. പക്ഷേ എല്ലാ ബ്രാഞ്ചിലെയും ആൾക്കാരൊക്കെ ഹാൻഡ് ഹോൾഡ് ചെയ്തും പഠിപ്പിച്ചും എല്ലാം തന്നെ ഇദ്ദേഹമായിരുന്നു. ഓക്കെ, അങ്ങനെ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു. അദ്ദേഹം ഇന്റർവ്യൂവിൽ ചോദിച്ച പല കാര്യങ്ങളും, അതായത് ഈ 2017 കാലഘട്ടങ്ങളിലാണ് GST കാര്യങ്ങളൊക്കെ വന്നത്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ല. അദ്ദേഹം കാരണം കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ ചെയ്യുന്ന ലോജിസ്റ്റിക് മാനേജ്മെന്റും പീപ്പിൾ മാനേജ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ഇന്റർവ്യൂ അത്ര സക്സസ് ആയതിന് എന്നാലും അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും നാളത്തെ വർക്ക് എക്സ്പീരിയൻസ്, നോളജ് എല്ലാം വെച്ച് പുള്ളിക്ക് തന്നെ ആ ഒരു പോസ്റ്റിലേക്ക് പ്രൊമോഷൻ കിട്ടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ കമ്പനി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന, അതായത് ആ കമ്പനിയിൽ ഒരു 3 കൊല്ലം മുമ്പ് വന്ന് ജോയിൻ ചെയ്ത ഒരു ജൂനിയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക്, മൊത്തം ആ കൊച്ചിന് ഒരു 3 വർഷത്തെ വേറൊരു കമ്പനിയിലെ എക്സ്പീരിയൻസും ഈ കമ്പനിയിൽ ഒരു 3 കൊല്ലം, മൊത്തം ഒരു 6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. ആ കുട്ടീനെ ഇതിന്റെ ഈ ഇന്റർ സ്റ്റേറ്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റിന്റെ ഹെഡായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ഒരു വിഷമം. കാരണം ആ കുട്ടിനെ പഠിപ്പിച്ചതും കാര്യങ്ങൾ കമ്പനി ഹാൻഡ് ഹോൾഡ് ചെയ്തും ഇപ്പോഴും പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്നതെല്ലാം ഇദ്ദേഹമാണ്. അങ്ങനെയുള്ള തന്റെ ജൂനിയർ ആയ ഒരാളെ തന്നെക്കാളും ഉയർന്നൊരു പോസ്റ്റിൽ ശമ്പളം ഏകദേശം ഡബിൾ ആക്കി പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതൊരു അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നില്ല. അദ്ദേഹം ആകെ ഡൗൺ ആയി. അദ്ദേഹം ജോലി ക്വിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വേറെ കമ്പനിയിൽ ജോലി അന്വേഷിക്കാനൊക്കെ ഇങ്ങനെ ചിന്ത വന്നു. ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ കമ്പനിയിൽ ജോലി തുടങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ബോസ് ആയിട്ടുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ വേറൊരു കമ്പനി സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു പാക്കിംഗ് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്
വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു നല്ലൊരു മെൻറ്ററായിരുന്നു ഈ രാഹുലിന്. അത് കാരണം അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ടു നോക്കാം, സംസാരിച്ച് നോക്കാം, വേറെ അവിടെ എന്തെങ്കിലും ജോബ് ഓപ്പണിംഗ് ഉണ്ടെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഈ സൺഡേ ഫ്രീ ആണെങ്കിൽ വന്ന് കാണാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ രാഹുൽ ആ ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മെൻറ്ററായിരുന്ന കമ്പനിയിൽ പഴയ മാനേജറായിരുന്ന അദ്ദേഹത്തെ പോയി കാണുവാണ്. കാണുമ്പോൾ ചോദിച്ചു, ഇങ്ങനെ കാഷ്വലായിട്ട് വർത്താനം പറഞ്ഞിട്ട് ഈ സംഭവങ്ങളല്ല, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നതും കമ്പനി എക്സ്പാൻഡ് ചെയ്തതും ഇൻഡർസ്റ്റേറ്റ് ലോജിസ്റ്റിക് മാനേജ്മെന്റിലേക്ക് കടന്നതും എല്ലാം ഇദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് ആ ജോലി കിട്ടാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്, വേറെ ജോലി അന്വേഷിക്കാൻ പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇയാൾ ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജോലി കിട്ടാത്ത എന്ന് അവരോട് ചോദിച്ചെന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ റീസൺസ് ഇതൊക്കെയാണ്. ആ കുട്ടിക്ക് ലോജിസ്റ്റിക് മാനേജ്മെന്റിലൊക്കെ കുറിച്ച് പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല നോളജ് ഉണ്ടായിരുന്നു. ഇൻഡർസ്റ്റേറ്റ് GSTയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആ കുട്ടിക്ക് അറിയായിരുന്നു. പിന്നെ ആ കുട്ടി ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പുതിയ ഒരുപാട് ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിയറിറ്റിക്കലായിട്ടുള്ള നോളജൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കുട്ടിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തത് എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും നോളജ് ഇല്ലെന്ന് ചോദിച്ചു ഈ രാഹുലിൻ്റെ അടുത്ത്. രാഹുൽ പറഞ്ഞു, എനിക്കിപ്പോൾ പഠിക്കാനൊന്നും സമയം കിട്ടാറില്ല. രാവിലെ ഇവിടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിൻ്റെ ഓരോ ക്യൂരീസൊക്കെ ഹാൻഡിൽ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉച്ചയാവും. പിന്നെ ബാക്കി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആവും. ഓഫീസിലൊട്ടും സമയം കിട്ടുന്നില്ല. ഞാനിപ്പോൾ എത്ര ലേറ്റ് ആയിട്ടൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ ചെന്നാലാണ് വീട്ടിലെ കാര്യങ്ങളായിട്ട് തന്നെ പഠിക്കാൻ സമയം കിട്ടാതെ. കാരണം ഞാനൊന്നും പഠിക്കാറില്ല. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല, അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ കാര്യം ചെയ്യണേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പിന്നെ ഇതൊന്നും അറിയാതെ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ജോലി കിട്ടും, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് കിട്ടും എന്ന് നിങ്ങൾ വിചാരിച്ചെന്ന് പറഞ്ഞു. അത് എനിക്ക് ആ പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കും. നിങ്ങൾക്ക് ഇപ്പം പഠിക്കാൻ പറ്റൂല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ആ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആ ഒരു പോസ്റ്റ് കിട്ടിയിട്ട് പഠിക്കണമെന്ന് വെച്ചു. അപ്പോഴാണ് ഈ രാഹുലിന് തൻ്റെ ആ മിസ്റ്റേക്ക് മനസ്സിലായത്. ഇത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് രാഹുൽ ഇത്രയും നാൾ ഇരുന്നത്. പക്ഷെ അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. അപ്പോൾ രാഹുൽ തന്നെ തീരുമാനിച്ചു, ഞാൻ പക്ഷേ പഠിക്കുന്ന കാര്യം എങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ശർമ്മ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു പണിയെ ദിവസവും 1 മണിക്കൂർ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കുക. അങ്ങനെ മാറ്റി വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുത്ത് നിങ്ങൾക്ക് ഇനിയൊരു ഓപ്പർച്യൂണിറ്റി, കാരണം ഓപ്പർച്യൂണിറ്റി ഇന്ന് നമ്മുടെ ലൈഫിൽ പിന്നീടും വരും, അന്നേരം നമുക്ക് അതെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം രാഹുൽ വെച്ച് ഈ 1 മണിക്കൂർ ദിവസം പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താവാനാണ് എന്ന് വെച്ചു. അപ്പോൾ രാഹുലോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 365 ദിവസം 365 ദിവസം 1 മണിക്കൂർ വെച്ച് പഠിച്ചാൽ എത്ര മണിക്കൂറായെന്ന് വെച്ചു. 365 മണിക്കൂർ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിൽ 8 മണിക്കൂറൊക്കെയാണ് നിങ്ങൾ മാക്സിമം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ പറ്റുള്ളൂ. അതിന് 365 ഡിവൈഡ് ബൈ 8, അതായത് ഒരു ഫുൾ ഡേ വർക്കിംഗ് ഡേ ടൈം കൗണ്ട് ചെയ്യണമെങ്കിൽ എത്ര ദിവസം എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 45 ദിവസത്തോളം വരും എന്ന് പറഞ്ഞു. ഈ 45 വർക്കിംഗ് ഡേയ്സ്, സ്റ്റഡി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8-9 വീക്ക് കൗണ്ട് ചെയ്യണ തുല്യമായി. അതായത് 5 ദിവസം വർക്കിംഗ് ഡേ വെച്ച് കൗണ്ട് ചെയ്യണേ. അങ്ങനെയാണ് ഒരു 2 മാസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കുന്നതിൻ്റെ തുല്യമായി. അതായത് നിങ്ങളൊരു 2 മാസം ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു ഡൊമൈൻസ്, അതായത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റും GSTയും അല്ലെങ്കിൽ ഒരു ERP സിസ്റ്റം അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റില്ലെന്ന് വെച്ചു. 2 മാസം ഡെഡിക്കേറ്റഡ് വെച്ച് ഞാൻ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇക്വലൻ്റാണ് ദിവസവും 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ രാഹുലിന് ഈ കാൽക്കുലേഷൻസ് മനസ്സിലാവണേ. ദിവസവും 1 മണിക്കൂർ വെച്ച് എക്സ്ട്രാ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദിവസം പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഏകദേശം 2 മാസം പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചാലോ തുല്യമായി. അപ്പോൾ അത്രയും നോളജ് കൂടും, അത്രയും കാര്യങ്ങൾ പഠിക്കാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ രാഹുലിന് ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി പിറ്റേ ദിവസം രാവിലെ നേരത്തെ 1/2 മണിക്കൂർ നേരത്തെ ഓഫീസിലേക്ക് പോയി കസ്റ്റമർ മെയിൽസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നേക്കാളും മുമ്പ് പഠിക്കാൻ മാത്രമായിട്ട് കുറച്ച് സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ എടുത്തു പഠിക്കാനായിട്ട്. എന്നിട്ട് കറക്റ്റായിട്ടിരുന്ന് ERP സിസ്റ്റംസിനെ കുറിച്ചും ഓപ്പറേഷൻ മാനേജ്മെന്റിനെ കുറിച്ചും ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ വൈകുന്നേരം 1/2 മണിക്കൂർ അങ്ങനെ ഡെയിലി 1 അവർ വെച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചോടും. ഓപ്പറേഷൻസ് ഇംപ്രൂവ്മെന്റ്, അല്ലെങ്കിൽ കസ്റ്റമർ മാനേജ്മെന്റ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള സമയത്ത് ഈ കൂടെ വർക്ക് ചെയ്യുന്ന പലരും ഇങ്ങനെ പറയാൻ, ഇതിലാണ് ഇങ്ങനെ എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നത്, വെറുതെ പഠിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെ പറയാൻ തുടങ്ങി. ഈവൻ അദ്ദേഹം ERP സിസ്റ്റത്തെ കുറിച്ച്, എങ്ങനെയാണ് ഒരു ലോജിസ്റ്റിക് മാനേജ്മെന്റ് ഒരു ERP ഇംപ്ലിമെന്റ് ചെയ്യാൻ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പറയും, നമ്മളെന്തായാലും സ്പ്രെഡ്ഷീറ്റിലാണ് ചെയ്യുന്നത്, എക്സലിലാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ERP പഠിച്ചിട്ടിരുന്നിട്ട് എന്താണ് കാര്യം, നമ്മളെന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് പഠിക്കണമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് അദ്ദേഹത്തോട് പറഞ്ഞിട്ടിരുന്നത്. എന്നാൽ അദ്ദേഹം ഇതെല്ലാം പഠിച്ചിട്ടിരുന്നു. അതുപോലെ തന്നെ കൂടെ ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സിനെ കുറിച്ചും ഇന്റർനാഷണൽ കംപ്ലയൻസിനെ കുറിച്ചും എല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം പഠിച്ചു തുടങ്ങി ഈ ഓപ്പറേഷണൽ മാനേജ്മെന്റിനെ കുറിച്ചും ഡെലിവറി ഇംപ്രൂവ്മെന്റിനെ കുറിച്ചൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അതൊക്കെ ചെറുതായിട്ട് ഇവരുടെ വർക്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി തന്നെ കൂടാൻ തുടങ്ങി.
വേസ്റ്റേജ് കുറയാൻ തുടങ്ങി, മാൻ പവേഴ്സ് മാക്സിമം നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. എല്ലാം പഠിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ ടോപ്പ് മാനേജ്മെൻറ്റിലുള്ളവർ നോട്ടിഫൈ ചെയ്യാൻ തുടങ്ങി. കമ്പനിയുടെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതും ഓവറോൾ ടേൺ ഓവർ ഇമ്പ്രൂവ് ചെയ്യുന്നതും ലോസസ് കട്ട് ഷോട്ട് ചെയ്യുന്നതും ഡെലിവറി ടൈമിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതൊക്കെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അന്നേരം ആ ഒരു കൊല്ലം അദ്ദേഹത്തിന് നല്ലൊരു ഹൈക്ക് കൊടുത്തു, ഏകദേശം ഒരു 50% ഹൈക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡീസും കണ്ടിന്യൂ ചെയ്തു. ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഇന്റർനാഷണൽ ലോജിസ്റ്റിക്കിൽ പഠിച്ച കാര്യങ്ങൾ അദ്ദേഹം പല ഇന്റർനാഷണൽ ക്ലയൻസുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ക്ലയൻറ്റിനെ കിട്ടി, മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടി. ആ ക്ലയൻറ്റ് അവരുടെ പാർട്ണറായിട്ട് ഈ കമ്പനീനെ കൗണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻസൊക്കെ ഇദ്ദേഹം കറക്റ്റായിട്ട് മാനേജ് ചെയ്തും അങ്ങനെ ഒരു മഹാരാഷ്ട്രയിൽ മാത്രം ഒതുക്കിയിരുന്ന ബിസിനസ് 2017 എൻ്റെ സ്റ്റേറ്റിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങിയ ബിസിനസ് 2019 ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ ബിസിനസ്സിനെ ചെയ്യാനും അതൊരു ഇന്റർനാഷണൽ ലോജിസ്റ്റിക് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ മാറിയപ്പോൾ അദ്ദേഹം ആ ഓപ്പറേഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അദ്ദേഹം ആ ഒരു ഓപ്പറേഷൻസ് ഹെഡായി, ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ ഹെഡായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ സാലറി ആ കൊല്ലം ഏകദേശം കമ്പനി ഒരു 100% ഹൈക്ക് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് റിവൈസ് ചെയ്ത് ഡയറക്ടർ ഓഫ് ഇന്റർനാഷണൽ ഓപ്പറേഷൻസ് എന്നാക്കി കൊടുത്തു. അന്നേരം ശമ്പളം ഏകദേശം ആ 2 കൊല്ലം കൊണ്ട് അദ്ദേഹം ഡെയിലി 1 അവർ പഠിക്കാൻ വെച്ച സ്പെൻഡ് ചെയ്തുകൊണ്ട് ശമ്പളം ഏകദേശം 2 ടൈംസിനടുത്ത് ഹൈ ആയി. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഓപ്പറേഷണൽ മാനേജർ എന്നുള്ള മാറി ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ഇന്റർനാഷണൽ ബിസിനസ് എന്ന രീതിയിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടു. അദ്ദേഹത്തെ ആ കമ്പനിയുടെ എല്ലാ ഓപ്പറേഷൻസും അദ്ദേഹം അത് മാനേജ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 1-2 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെ 2007 കൊറോണയൊക്കെ വന്ന് ചെറുതായി ഡൗൺ ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ പഠനവും അദ്ദേഹത്തിൻ്റെ കോൺടാക്ട് ബിൽഡിങ്ങും എല്ലാം കണ്ടിന്യൂ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2003-2004 കാലഘട്ടത്തെ വീണ്ടും ബിസിനസ് ഭയങ്കര നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യും. ഇപ്പോൾ ആ കമ്പനി വേൾഡ് വൈഡിൽ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ചെയ്യുന്നൊരു വലിയ കമ്പനിയും അദ്ദേഹം ആ കമ്പനിയുടെ CEO ആയിട്ടും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥയുടെ ബേസ് ഇതാണ്. നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ ആ ഗ്രോത്ത് പാത്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണം. ആ പാത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ അക്യൂർ ചെയ്തിട്ടിരിക്കണം. നമ്മൾ തന്നെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പാത്ത് നമ്മുടെ ലൈഫായിട്ട് അലൈൻ ചെയ്ത് വന്ന് നമുക്ക് ലൈഫിൽ ആ ഗ്രോത്ത് കിട്ടും. ഓക്കെ, സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റോറീസൊക്കെ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യാം. ബൈ. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോറീസ് ഇതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് ഞാൻ കാണാവുന്നതാണ്. ഓക്കെ, ബൈ, സീ യു.